ഹലോ കൂട്ടുകാരെ, അപ്പോൾ ഇന്ന് എൻ്റെ ഈവനിങ് റൊട്ടീൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അതുപോലെ ഞാൻ 5:30 കുളിക്കാൻ പോയി. കുളിച്ചിട്ട് വന്നിട്ടുള്ള കോലമാണിത്. കുളിച്ചിട്ട് വന്നിട്ട് ചുമ്മാ പുറത്തൊക്കെ നിന്ന് കാഴ്ചകൾ കാണുന്നു. പിന്നെ എൻ്റെ പോത്തുകുട്ടന്മാർ നീരാടാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ചാലിൻ്റെ അടുത്താണ് വന്ന് നിൽക്കുന്നത്. അവന്മാർ കാണിച്ചു തരാം. പിന്നെ 5:30 സമയം ആകുമ്പം സൂര്യൻ അസ്തമിക്കുന്ന സമയമല്ലേ, അപ്പോൾ ആ സമയത്തെ സൂര്യൻ്റെ ഒരു പ്രകാശം കാണാൻ പറ്റും. കടലിൻ്റെ അവിടെ പോയാലും കാണാൻ പറ്റും. എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് അസ്തമിക്കുന്ന കാണാൻ പറ്റും. കണ്ടില്ലേ എന്ത് ഭംഗിയാണ് സൂര്യാസ്തമയം. അതും കണ്ടുകൊണ്ട് അങ്ങ് നിന്നു. പോത്തൂട്ടന്മാരെ കണ്ടില്ലേ വെള്ളത്തിൽ കിടക്കുന്നത്. അവന്മാർ വെള്ളത്തിൽ കിടക്കുന്നു. പിന്നെ ഞാൻ വീട്ടിൽ കയറി വിളക്ക് കത്തിച്ചിട്ട് ഇരുട്ടി ഒന്നുമില്ല, വിളക്ക് കത്തിച്ച് അങ്ങനെ നിന്നിട്ട് എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് വന്നു പഠിക്കാനിരുത്തിയത് കണ്ടില്ലേ. പഠിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ്, എന്നാലും എങ്ങനെയൊക്കെ ഇരുന്ന് പഠിക്കുന്നു. ABCD ഒക്കെ എഴുതുന്നതാണ് കാണുന്നത്. ABCD എഴുതുന്നു, കണ്ടില്ലേ ABCD എഴുതുന്നത്. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും താഴോട്ടിറങ്ങി വയലിലോട്ടിറങ്ങിയപ്പോൾ പോത്തുകുട്ടന്മാരൊന്നും വരുന്നില്ല. വാടേന്ന് വിളിച്ചിട്ട് അനങ്ങുന്നില്ല. കുറേ കഴിഞ്ഞ് കണ്ടില്ലേ രാത്രിയിലത്തെ അല്ലേ, നല്ല ഇരുട്ട്. എന്നിട്ട് നീരാടി കഴിഞ്ഞതിന് ശേഷം രണ്ടവന്മാരും കൂടി കയറി വരുന്ന കാഴ്ച കണ്ടോ. അവന്മാർ താനെ കയറി വരും. അതിനകത്തുനിന്ന് നോക്കൂ, കുറേ നേരം നിന്ന് കണ്ടില്ലേ. കുറേ നേരം നിന്ന് ഇതാ കയറി വരുന്നത് കണ്ട. മൂക്ക് കുത്തിയിട്ടുണ്ട്. നിന്ന് നോക്കുന്നു, വീഡിയോ എടുക്കുന്നുണ്ടോ ഇല്ലേന്ന് പറഞ്ഞ് നോക്കിയാണ്. എന്നിട്ട് പതുക്കെ ഒരാൾ കയറിയപ്പോൾ അടുത്ത ആളും കൂടെ കയറി. രണ്ടും കൂടെ നടന്ന് വരുന്നു. ഇതാണ് നമ്മളെ വഴി. എൻ്റെ ചേട്ടൻ വന്നു, അമ്മമാരെ വിളിക്കാൻ വന്നതാണ്. അമ്മമാരിതാ പതുക്കെ നടന്ന് വരുന്നു. കണ്ടില്ലേ. ഒരുത്തൻ കയറി വന്നു, ഒരുത്തൻ മൂക്ക് കയറി പിടിച്ച് നിൽക്കുന്നു, വരുന്നില്ല. കണ്ടില്ലേ. ഒരുത്തൻ കൂളായിട്ട് കയറിപ്പോയി. എന്നിട്ട് അവനെ കാത്ത് നിൽക്കുന്നതാണ്. അവൻ തിരിച്ചു പോകണം. അവൻ പിന്നെയും കയറി. അങ്ങനെ അവൻ പതുക്കെ കയറി വരുന്നുണ്ട് കൂട്ടുകാരെ. അവൻ പതുക്കെ കയറി അങ്ങ് മുകളിലത്തെ എത്തി. അവൻ മുകളിലോട്ട് പതുക്കെ കയറി നിൽക്കുന്നുണ്ട. എൻ്റെ ചേട്ടനെ കണ്ടപ്പോൾ രണ്ടുപേരുടെ സ്നേഹം നോക്കണം. നീ വരണടാന്ന് ചോദിച്ചപ്പം തലാട്ടണണ്ട ഇല്ലാന്ന്. മറ്റവൻ പറഞ്ഞു ഞാൻ വരണം. കണ്ട ഇതുപോലെ തലയാട്ട്. ചേട്ടൻ അതിനെ പിടിച്ചോണ്ടെങ്കിൽ പോയി. അവന്മാരെ പിടിച്ചോണ്ട് പോയി. ഒരുത്തനെ പിടിച്ചോണ്ട് പോയാൽ മറ്റതും പിറകെ അങ്ങോട്ട് വന്നോളൂ. അങ്ങനെ പതുക്കെ ആശാൻ മുകളിലോട്ട് കയറുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു മൂക്ക് കയറി പിടിച്ചോണേന്ന് പറഞ്ഞു. ഞാൻ പിടിക്കാൻ പോകുമ്പോൾ അവൻ ചവിട്ടി അങ്ങ് പോകും. അങ്ങനെ അവൻ്റെ സ്ഥലത്തെത്തി. പിന്നെ അങ്ങനെ അവനെ കെട്ടിയിടുന്നു. അവരുടെ കെട്ടിയിട്ടതിന് ശേഷം അവിടെ നിന്നെടുത്ത വീഡിയോ ആണിത്. അങ്ങനെ അവിടെ നിന്നപ്പോൾ ചേട്ടൻ അതിനെ ഓസ് കൊണ്ട് വെള്ളത്തിയിട്ട് അടിക്കുന്നു. അതായത് ഈ തോട്ടിലെ വെള്ളത്തിൽ കയറി കിടന്നതിന് ശേഷം എന്തെങ്കിലും ഇനി അലർജിയോ എന്തെങ്കിലും വരണ്ടെന്ന് വിചാരിച്ച് നല്ല വെള്ളത്തിൽ നിന്ന് ഫ്രഷായിട്ടൊന്ന് അടിച്ചെടുക്കുന്നു. ഓസ് കൊണ്ട് ഒരു അടി അടിച്ചതിന് ശേഷം അങ്ങ് നിന്നപ്പോൾ ഒരാൾ വന്ന് കൈ കാണിക്കുന്നു. നല്ല ഇരുട്ടുണ്ട്, എന്നാലും കാണാൻ പറ്റും. പക്ഷേ ഫോണിലായത് കൊണ്ടാണ് കാണാൻ പറ്റാത്തത്. വെട്ടക്കുറവുണ്ട്, ലൈറ്റിൻ്റെ കുറവുണ്ടായിരുന്നു. അങ്ങനെ ഫ്ലാഷ് ലൈറ്റ് അടിച്ചാണ്. പിന്നെ പഴയ വെള്ളം ആയതുകൊണ്ട് ചേട്ടൻ ഓസിട്ട് രണ്ടുപേരെ ഒന്ന്
കുളിക്കുന്നത് ഓസിട്ടൊന്ന് അടിച്ച് വൃത്തിയാക്കുന്നു. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കുന്ന പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. പിന്നെ രണ്ടുപേരും ഓസിട്ട് അടിച്ചതിന് ശേഷം നമ്മൾ വീട്ടിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് അവന്മാർക്ക് വെള്ളം കൊടുക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റ ബൈ ബൈ. ഓക്കെ, സി യു.